ഹായ് സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിൽ തുടങ്ങുമ്പം തന്നെ ഉണ്ടോ ഒരു ഗോറില്ല ഇരുന്ന് കൊട്ടുന്നത്. ഇപ്പോൾ വേറൊന്നുമല്ല, തിരുവല്ലയിൽ ഗുണ കേവ് എത്തിയിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ഇരുന്ന് കൊട്ടുക കേട്ടോ. അപ്പം നമ്മളത് കാണാൻ പോകണം. അപ്പോൾ ഞങ്ങൾ പോയി. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കല്ലേ വെക്കേഷനൊക്കെ ആകുമ്പോൾ നല്ല രസമല്ലേ, കുഞ്ഞുങ്ങൾക്കൊരു രസമുണ്ടെന്നുള്ള രീതിയിൽ പോയി ഞങ്ങൾ. അപ്പോൾ ഈ ഗുണ കേവിനകത്ത് കയറുന്നതിന് ടിക്കറ്റ് ചാർജ് 80 രൂപയാണ്. അപ്പോൾ 3 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണം. അപ്പോൾ 80 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അങ്ങനെ ടിക്കറ്റും എടുത്ത് ഞങ്ങൾ ഗുണ കേവിനകത്തേക്ക് ഈ ഗോറിലയെ നോക്കി അങ്ങനെ ചെന്ന് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ മഞ്ഞുമൽ ബോയ്സിൻ്റെ പാട്ടുണ്ടല്ലോ, ആ പാട്ടിങ്ങനെ കൺമണി അൻപോട് കാതലൻ, ആ ഒരു പാട്ട് അവിടെ കേൾക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചീവീട് കരയുന്ന, കേവിനകത്തോട്ട് കയറിയപ്പോഴത്തേന് ചീവീടും വവ്വാലും ഒക്കെ കരയുന്ന ഭീകര സൗണ്ടൊക്കെ അതിനകത്തിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ കൂടെ കുട്ടേട്ടാ കുട്ടേട്ടാ എന്നുള്ള നിലവിളിയും ആ ഒരു സൗണ്ടും എല്ലാം കൂടെ ഒരു കേവിനകത്ത് കയറുന്ന ഒരു അന്തരീക്ഷമുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര രസമായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ കയറി ചെന്നപ്പോൾ കാണാൻ അതിനകത്ത് ഒരു ചെറിയ വാട്ടർഫാളൊക്കെ അവർ ശരിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നിറച്ചിൽ ഈ പാറയ്ക്കകത്തൊക്കെ വേരുകളൊക്കെ വന്ന് കിടക്കുന്ന പോലെ കുറേ വേരുകൾ പോലെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വവ്വാലുകളെ തൂക്കിയിട്ടിട്ടുണ്ട്. കുറേ വവ്വാലുകൾ ഇങ്ങനെ തലകീഴായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. വവ്വാലുകളെയൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറേ പേര് കാണാനുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല രസമാണ്. എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടെ ഇത് നോക്കുന്നത് കേട്ടോ. വവ്വാലാണ് തൂങ്ങിക്കിടക്കുന്നത് അവിടെ കേട്ടോ. പിന്നെ അകത്ത് സൗണ്ടും എല്ലാം കൂടെ കൊടുത്തുകൊണ്ട് നല്ലൊരു ഒരു കേവിൻ്റെ അന്തരീക്ഷം ഈ കാണുന്ന പോലൊന്നും അല്ല കേട്ടോ. അതിനകത്ത് കയറുമ്പോൾ നിറയെ ഈ പറയുന്ന ആ സിനിമയിലെ കുറേയധികം സൗണ്ടൊക്കെ ഇങ്ങനെ കൊടുത്ത് ചീവീടും വവ്വാലും അതും ഇതൊക്കെ കരയുന്ന സൗണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ആകെ കൂടി ഒരു ഗുഹയ്ക്കകത്ത് കയറുന്ന ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ ഗുഹയ്ക്കകത്തൂടെ കയറി കുറേ ഇങ്ങനെ അങ്ങ് കയറിപ്പോയി വാട്ടർഫാൾസൊക്കെ കണ്ട് കയറി അങ്ങ് അകത്ത് ചെന്ന് കുഴപ്പമില്ല, 80 രൂപയ്ക്ക് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ കേവിനകത്തൂടെ കയറി. കേവ് ഏകദേശം ഇതുപോലൊക്കെ തന്നെ ചുറ്റിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ പച്ച വെളിച്ചമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കേവിനകത്തൂടെ കയറി വാട്ടർഫാൾസൊക്കെ കണ്ട് അങ്ങ് അകത്തൂടെ കയറി വെട്ടം വരുന്ന വാതിലിലൂടെ നമുക്ക് ഇറങ്ങാം. കേവിനകത്ത് പെട്ടുപോയാൽ എങ്ങനെ അപ്പുറത്ത് വെളിച്ചം കാണുന്നുണ്ടോ, ഈ വെളിച്ചത്തിലൂടെ നമ്മൾ അങ്ങനെ നടന്ന് ആ വെളിച്ചം കണ്ട ഭാഗത്തേക്ക് നടന്നിറങ്ങുമ്പോഴാണ് ഒരു വലിയ ജംഗിൾ അവിടെ റെഡിയാക്കി അവർ വെച്ചിട്ടുണ്ട്. ഭയങ്കര ഒരു ഫോറസ്റ്റ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഫോറസ്റ്റിൻ്റെ പ്രത്യേകത ഇവിടെ ആനയും കടുവയും സിംഹവും മുയലും അതുപോലെ തന്നെ മാനും ഒട്ടകവും ജിറാഫും എല്ലാം നമ്മളെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നമ്മളെല്ലാവരും വരവേൽക്കുന്നത് പോലെ വന്നിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ചില കൊച്ചുങ്ങൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കുട്ടികളൊക്കെ ഇതിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് ഇങ്ങനെ ഞെട്ടലോടെ അത്ഭുതത്തോടെയൊക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഈ സംഭവം കണ്ട കടുവ ഇങ്ങനെ വാതുറന്ന് ചിരിക്കുകയാണ്. ആന കൂടെ തുമ്പിക്കൈ വെച്ച് അനക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. തുമ്പിക്കൈ ഉയർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. അതാണ്ട് ഇതാരാന്ന് നോക്ക്, സീബ്ര. അതും കൂടെ തലയൊക്കെ പൊക്കും കേട്ടോ. അപ്പോൾ സീബ്രയും അതുപോലെ തന്നെ കരടിയും കടുവയും എല്ലാം ഇവിടെ നിൽപ്പുണ്ട് കണ്ട. എല്ലാവരും ഇങ്ങനെ നിരന്ന് ഞാൻ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ദാണ്ട നമ്മുടെ അവതാർ വന്ന് നിൽക്കുന്നുണ്ട്. അതാണ് രസം. അവതാറും കൂടെ അവിടെ വന്ന് നിൽക്കുകയാണ്. അവതാറും പിന്നെ അയാളുടെ ഒരു അവതാറിൻ്റെ പോകുന്ന ഒരു മരം ഉണ്ടല്ലോ, അല്ല മരമല്ലല്ലോ, അവതാറിൻ്റെ ഒരു മൃഗമുണ്ടല്ലോ, അതുമൊക്കെ അവിടെ നിൽപ്പുണ്ട്. ഇത് കണ്ടോ കങ്കാരുവിൻ്റെ വയറ്റിനകത്തുനിന്ന് കൂടെ ഒരു കുഞ്ഞു ഇച്ചിരി തല പൊക്കി ഇങ്ങോട്ട് പുറത്തോട്ട് നോക്കും, പിന്നെയും അകത്തോട്ട് പോകും, പിന്നെയും പുറത്തോട്ട് നോക്കും, അകത്തോട്ട് പോകും. ഇത് കണ്ട നമ്മുടെ അവതാറിൻ്റെ കണ്ട അയാളുടെ വാഹനം ഇരിക്കുന്നുണ്ടോ, ദാണ്ടിരിക്കുന്ന അവതാരം, ആ ഒരു അവതാറിൻ്റെ നായിക. അവരിങ്ങനെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ച് എല്ലാവരും ഇങ്ങനെ നോക്കുക കേട്ടോ. ഈ കാട്ടിനകത്ത് ഇവർക്കെന്തോ ജോലി എന്നുള്ളതാണ് അറിയാൻ വയ്യാത്തത്. ഈ മൃഗങ്ങളുടെ ഇടയ്ക്ക് വന്നിരുന്ന് ഇങ്ങനെ എല്ലാവരെയും നോക്കിയിരിക്കുകയാണ്. ഇത് കണ്ടോ, എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടെ നമ്മളെ നോക്കുകയാണ്, വരവേൽക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറേയധികം മൃഗങ്ങളുടെ എല്ലാം, കാണ്ടാമൃഗം, കാട്ടുപോത്ത്, അങ്ങനെ എല്ലാവരെയും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിരത്തി നിർത്തിയിട്ടുണ്ട്. ഇരിക്കുന്നത് നമ്മളെ ആദിമവാസികൾ കേട്ടോ. ആദ്യത്തെയുള്ള മനുഷ്യർ, കാട്ടിൽ താമസിക്കുന്നവരായിട്ട് കുറേ പേര് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മാനുമൊക്കെ അതിൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. പിന്നെ അതിൻ്റെ അടുത്തൊരു ആന നിൽപ്പുണ്ട്. അങ്ങനെ ഒരു കാടിൻ്റെ ഒരു അന്തരീക്ഷം അവർ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾക്ക് വെക്കേഷൻ സമയത്ത് പോയി കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇതാണ് ഒരു ജംഗിൾ മൊത്തത്തിൽ കാണുന്ന ഒരു കളർഫുൾ. അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ അധികം വിൽപ്പന നടത്തുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഫർണിച്ചറുണ്ട്, അതുപോലെ തന്നെ ഫുഡിൻ്റെ ഐറ്റംസ് ഉണ്ട്. ഫർണിച്ചറൊക്കെ 60% ഓഫറിലൊക്കെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാം.
അപ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ ചെരുപ്പിൻ്റെ ഒരു പ്രത്യേക സ്റ്റോളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ്, പിന്നെ അലുവ ഉണ്ടോ, ഹൽവ ഉണ്ടോ, പലതരത്തിലുള്ള ഹലുവകൾ. പിന്നെ അത് കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഒരു ഫുഡ് കോർട്ടാണ് കേട്ടോ. അവിടെ ഇങ്ങനെ കരിച്ചതും പൊരിച്ചതും ഒക്കെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. പിന്നെ അവിടെ ഐസ്ക്രീമുണ്ട്, പലതരം ഫുഡുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് അവിടെ നിന്ന് ഓർഡർ ചെയ്ത് കഴിക്കാം. പിന്നെ പാനിപ്പൂരി പോലുള്ള സാധനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നിറയെ വെച്ചിട്ടുണ്ട്. പിന്നെ അതും കഴിഞ്ഞ് ചെല്ലുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള ഗെയിമിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ. അതിൽ തീവണ്ടി, പിന്നെ അതുപോലെ അവർക്ക് കയറി കളിക്കാനുള്ള ഒരുപാട് സാധനങ്ങൾ, ഗെയിംസിനും കുട്ടികൾക്ക് ഒരുപാട് സാധനങ്ങളുണ്ട്. ഫാമിലി ഗെയിമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.